ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ US മാർക്കറ്റിൽ ശക്തമായ ഇടിവുണ്ടായത് സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് 1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,450 എന്നുള്ള ഒരു റേഞ്ചിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ലെവലിൽ ആയിട്ടുള്ള 25,641 ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റിക്ക് ഒരിക്കലും ആ ഒരു 25,641 മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ 25,330 എന്നുള്ള ലെവലെത്തിയപ്പോൾ അവിടെ ഒരു റീബൗണ്ട് നടന്നതായിട്ട് കാണാം. കാരണം അവിടെ 200 മൂവിങ് ആവറേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേജർ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയും ഒടുവിൽ 25,450 എന്നുള്ള ലെവലിലേക്ക് തിരിച്ചെത്തുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഗ്ലോബൽ ക്യൂസ് വളരെ മോശമാകാനുള്ള ഒരു കാരണമായിട്ട് ഇന്നലെ നമുക്ക് US മാർക്കറ്റിൽ നടന്ന ചില ഡെവലപ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെ സിഡ്നി റിസർച്ച് എന്ന് പറയുന്ന റിസർച്ച് ഫേം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ് പ്രധാനമായിട്ടുള്ള ഒരു ഫോളിന് കാരണം. ഇപ്പോൾ 2028 ഗ്ലോബൽ ഇൻ്റലിജൻസ് ക്രൈസിസ് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ അവർ പറയുന്നത് 2028 ആകുമ്പോഴേക്ക് AI ഏജൻറ്റുകൾ, ഏജൻറ്റിക് AI എന്ന് പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള ഈ പുതിയ ഡെവലപ്മെൻറ്റ്സ് മനുഷ്യരുടെ ജോലി വ്യാപകമായിട്ട് തട്ടിയെടുക്കുമെന്നും US വലിയ തോതിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് ഉണ്ടാകുമെന്നുമാണ്. അതായത് ഏകദേശം US അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് 10.2% എത്തുമെന്നാണ് ആ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ചില പ്രധാന സെക്ടറുകളെക്കുറിച്ച് വേറിട്ട പരാമർശങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ പേയ്മെൻറ്റ് സെക്ടറിലുള്ള മിഡിൽ മാനൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാകുമെന്നും നേരിട്ട് കമ്പനികൾ തമ്മിലുള്ള പേയ്മെൻറ്റ് സാധ്യമാകുമെന്നുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിസ, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ് പോലെയുള്ള കാർഡ് കമ്പനികളൊക്കെ വലിയ തോതിൽ ഇന്നലെ US ഫോളോ ചെയ്തിരുന്നു. 4% മുതൽ 8% വരെ അത്തരം സ്റ്റോക്കുകൾ ഇടിവുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ സോഫ്റ്റ്വെയർ സർവീസ് രംഗത്തും വലിയ തോതിലുള്ള ജോബുകൾ എടുത്തു മാറ്റപ്പെടുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് നൗ, അതുപോലെ സെയിൽസ് ഫോഴ്സ് പോലെയുള്ള US പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളിൽ വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരം കമ്പനികളിൽ നിന്ന് ആപ്പുകളും മറ്റ് സോഫ്റ്റ്വെയർ സർവീസുകളും വാങ്ങിക്കുന്നതിന് പകരം AIക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കമ്പനിക്ക് അവരുടെ തന്നെ സിസ്റ്റത്തിൽ ആപ്പുകൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് AI മേഖലയിൽ ഉണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. ഇതുകൂടാതെ യൂബർ, മറ്റ് ഡെലിവറി ആപ്പുകൾ, ഈ മേഖലയിലൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിനോടനുബന്ധിച്ച് തന്നെ ആന്ത്രോപ്പിക് പുറത്തുവിട്ട ചില കാര്യങ്ങളും കൂടി ആഡ് ചെയ്യപ്പെട്ടതോടെ, അതായത് ആന്ത്രോപ്പിക്കിൻ്റെ സോഫ്റ്റ്വെയറിലുള്ള AI അഡോപ്ഷനുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുകളൊക്കെ ന്യൂസുകളായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും മൊത്തത്തിൽ ഈ ടെക്നോളജി സെഗ്മെൻറ്റിൽ ഒരു ഫോൾ ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ IBM പോലെയുള്ള സ്റ്റോക്കുകളിൽ വരെ വലിയ ഫോളാണ് ഇന്നലെ US ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ വിപണി ഒരു AI ഭീതിയിലൂടെ കടന്നു പോവുകയാണ്. അതായത് AI മൂലം ഭാവിയിൽ തകരാൻ സാധ്യതയുള്ള ഏത് കമ്പനിയുടെയും സ്റ്റോക്കുകൾ ആളുകൾ വിറ്റൊഴിവാക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വന്ന ജെഫ്രീസിൻ്റെ റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള പ്രമുഖമായിട്ടുള്ള IT കമ്പനികളെക്കുറിച്ച് അവർ ഒരു റീറേറ്റിംഗ് നടത്തിയിരിക്കുകയാണ്. 6 പ്രധാനപ്പെട്ട ഇന്ത്യൻ മുൻനിര കമ്പനികളെയാണ് അവർ റീറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ TCS, LTI Mindtree, Hexaware പോലെയുള്ള സ്റ്റോക്കുകളെ അണ്ടർ പെർഫോം എന്നുള്ള ലെവലിലാണ് അവർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഇൻഫോസിസ്, HCL Tech, എംഫസിസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ അവർ ബൈ റേറ്റിംഗ് എന്ന അവസ്ഥയിൽ നിന്നും ഹോൾഡിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഇവരുടെ ടാർഗറ്റ് പ്രൈസ് 25% മുതൽ 33% വരെ അവർ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ ഈ ഇത്തരം IT കമ്പനികളുടെ വരുമാനത്തിൻ്റെ ഒരു വളർച്ച അത് ഒരു 6% താഴെയായിട്ട് ചുരുങ്ങുമെന്നാണ് ജെഫ്രീസിൻ്റെ പ്രവചനം. ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ വന്നു കഴിഞ്ഞാൽ ഈ IT സ്റ്റോക്കുകളുടെയൊക്കെ വാല്യുവേഷൻ ഏകദേശം 30% മുതൽ 65% വരെ താഴോട്ടേക്ക് പോകുമെന്നാണ് ഇവരുടെ റിപ്പോർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം റിപ്പോർട്ടുകൾ ഒരു ഷോർട്ട് ടേമിലെങ്കിലും ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ ഈ IT സ്റ്റോക്കുകൾ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എല്ലാ IT സ്റ്റോക്കുകളും വലിയ തോതിൽ താഴോട്ടേക്ക് പോകുമെന്നല്ല. ഇപ്പോൾ ജെഫ്രീസ് തന്നെ ചില സ്റ്റോക്കുകളിൽ അവർ നേട്ടം ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കോഫോജ്, സാഗിലിറ്റി, IKS പോലെയുള്ള സ്റ്റോക്കുകൾ അവർ 19 to 25% വളർച്ച നേടുമെന്ന് പ്രവചിക്കുന്നുമുണ്ട്. അപ്പോൾ നിലവിലെ ഇന്ത്യൻ കമ്പനികൾ AI സാഹചര്യങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ടും മാറാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രൈസിസ് മറികടക്കാനാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റികളിൽ IT സ്റ്റോക്കുകൾ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട്
ഒരു സിസ്റ്റമാറ്റിക് ബൈങ് എന്നുള്ള രീതിയിൽ ഒരു ലോങ് ടേം വ്യൂയിലൂടെ മാത്രം ബൈ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിസ്കൗണ്ട് ലെവലിലേക്ക് ഈ സ്റ്റോക്കുകളൊക്കെ വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ TCS ഒക്കെ 2500 ലെവലിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇത് 2020 കോവിഡ് ക്രൈസിസിൻ്റെ കാലത്തുണ്ടായ ആ സമയത്ത് ഉള്ള വിലയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഈ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഫോള് കാരണം ബ്രോഡ് മാർക്കറ്റിലും വലിയ നെഗറ്റിവിറ്റിയാണ്. അതായത് 32% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ BSEയിൽ 62% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ഇന്ത്യ വിക്സും ഉയർന്നിട്ട് ഇപ്പോൾ 14 മുകളിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇന്നത്തെ Nifty 50 സ്റ്റോക്കുകളിലുള്ള ഏറ്റവും വലിയ ലൂസേഴ്സ് ആയിട്ടുള്ള 5 സ്റ്റോക്കുകൾ നോക്കുമ്പോൾ അതിൽ 4 മുൻനിര IT കമ്പനികളാണ്. ഇൻഫോസിസ്, TCS, SCL Tech, ടെക് മഹീന്ദ്ര. ഇതിൻ്റെ കൂടെ എറ്റേണലും ഇന്ന് ഫോളോ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ IT ഇൻഡെക്സിൽ ഇന്ന് 5% വമ്പിച്ച ഒരു ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് IT ഇൻഡെക്സിനോട് അനുബന്ധിച്ച് പൊതുവേ താഴോട്ടേക്ക് വരുന്ന മറ്റൊരു സെക്ടറാണ് റിയാലിറ്റി. അവിടെയും ഇന്ന് 2% ഫോൾ നടന്നതായിട്ട് കാണാം. എന്നാൽ ഓവറോൾ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ പല സെക്ടറുകളും ഇന്നലെ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ FMCG, മെറ്റൽ, ഫാർമ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ ഒക്കെ പോസിറ്റീവിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉള്ള കമ്പനികളാണ് IT കമ്പനികൾ. അതുകൊണ്ട് തന്നെ ITയിലെ മേജറായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്ര വലിയൊരു ഇടിവ് നമ്മളിന്ന് കാണുന്നത്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ഉള്ള വീക്ക്നെസ്സിന് മറ്റൊരു കാരണമായിട്ടുണ്ടായിട്ടുള്ളത് പുതുതായിട്ട് ഉടലെടുത്തിട്ടുള്ള ഈ ട്രേഡുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റിയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ കാണുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള ആ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് അതിപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ പാർലമെൻറ്റിൽ ഈ ഒരു ട്രേഡ് ഡീലിനെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസും അതിൻ്റെ വോട്ടെടുപ്പും ഒക്കെ അവർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ US സുപ്രീം കോടതിയുടെ വിധിക്ക് പിന്നാലെ 15% താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. കാരണം പരമാവധി 15% താഴെ മാത്രമേ യൂറോപ്യൻ യൂണിയന് ട്രേഡ് താരിഫ് ഏർപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു കരാർ ഇവർ തമ്മിലുണ്ട്. അതിൽ ഒരു വ്യക്തത കുറവുണ്ടെന്നും അവിടെ ഒരു വ്യക്തത വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് അവരിത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിന് ഇതിനെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചതായിട്ട് കാണാം. കാരണം ഇവിടെ ഒരു ഗെയിം കളിക്കരുത് എന്ന ഒരു വാണിംഗ് കൂടി യൂറോപ്യൻ യൂണിയൻ അവർ നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ട്രേഡ് അൺസർട്ടനിറ്റി അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചത് കൂടാതെ ഇന്ന് നമുക്ക് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മറ്റൊരു ന്യൂസ് ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതായി വന്നതായിട്ട് കാണാം. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഇതുവരെ നൽകി വന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസെൻറ്റീവ് സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സ് എന്ന ഒരു സ്കീമിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ 50% കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ കമ്പനികളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെയും നെഗറ്റീവായിട്ട് ഇന്ന് ബാധിച്ചവരാണ്. ഇപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സ്, അരവിന്ദ്, ട്രൈഡൻറ്റ്, കിറ്റെക്സ് തുടങ്ങി പല സ്റ്റോക്കുകളും വലിയ തോതിൽ ഇന്ന് ഇടിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചത് കാരണം ഈ സ്റ്റോക്കുകളുടെ എക്സ്പോർട്ടിൻ്റെ ആ ഒരു എക്സ്പെൻസ് അത് ഏകദേശം 1 to 2% വർദ്ധിക്കാനത് കാരണമാകും. അപ്പോൾ ഓൾറെഡി ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് വളരെയധികം അനിശ്ചിതത്വം നിൽക്കുന്ന ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിൽ ഇത് മറ്റൊരു ആഘാതമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇറാൻ US സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് എങ്കിലും അതിനോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സമാധാന ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും ഇറാനിൽ നിന്ന് അവരുടെ പൗരന്മാർ ഒഴിഞ്ഞു പോകണമെന്നുള്ള വാർത്തകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയും. ഇന്ന് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസിൽ മോർണിംഗ് നല്ല മുന്നേറ്റം ഉണ്ടായെങ്കിലും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ US ഡോളർ ഇൻഡെക്സും കുറച്ച് സ്ട്രെങ്ത് നേടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡോളർ ഇൻഡെക്സ് വർദ്ധിച്ചത് ഗോൾഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഡോളർ പെർ ഔൺസിൽ നമ്മൾ കാണുന്നത് 5172 അപ്പോൾ അവിടെ ഒരു 1% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സിൽവർ നോക്കുകയാണെങ്കിൽ 87 എന്നുള്ള ലെവലിലാണ്. അവിടെയും നേരിയൊരു ഇടിവ് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ നിലവിലെ മാർക്കറ്റിൽ ഒരുവിധം സജീവമായിക്കൊണ്ടിരിക്കുന്ന IPOകളിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഈ ഒരു ഫോള് വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യാൻ പോകുന്ന ഗോഡിയം IVF വിമൻസ് ഹെൽത്തിൻ്റെ ആ IPOയിൽ 6% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം വർധനമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത മാത്രമാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണുന്നത്. അതുപോലെ ക്ലീൻ മാക്സ് എൻവിറോയുടെ IPOയിൽ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു 0.09% എന്നുള്ള ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ശ്രീറാം ടിസ്റ്റെക്സിൻ്റെ IPOയിൽ ഒരു 7% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇന്ന് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള PNGS രേവ ഡയമണ്ട് എന്ന് പറയുന്ന ജ്വല്ലറി സ്റ്റോക്കിൻ്റെ ആ ഒരു IPO അവിടെ ഒരു 2.3% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം,
വന്നതായിട്ട് കാണാം. അതേപോലെ നാളെ ഓപ്പൺ ആകാൻ പോകുന്ന ഓംനിടെക് എഞ്ചിനീയറിംഗിൻ്റെ ഡിഫൻസ് മേഖലയിലുള്ള ഈ കമ്പനിയുടെ IPO 3% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം വർധനവ് കാണാൻ കഴിയും. അപ്പോൾ എങ്കിൽ പോലും മൊത്തത്തിൽ IPO മാർക്കറ്റ് വളരെ പുവറായിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. 10% കൂടുതലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിലവിലുള്ള നിഫ്റ്റിയുടെ ലെവലുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ശക്തമായ തകർച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒരു റീബൗണ്ടിനോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനോ വേണ്ടി ശ്രമിക്കാനാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫോളോടുകൂടി നിഫ്റ്റി അതിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾക്ക് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ 25,400 25,350 എന്ന ലെവലിൽ നിന്നും നിഫ്റ്റി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 25,200 ആണ്. അപ്പോൾ അത് വളരെ ബിയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ 25,650 25,750 ലെവലാണ് ഇപ്പോൾ പുതിയ റെസിസ്റ്റൻസ് ലെവലുകൾ. അപ്പോൾ ആ ഒരു കടക്കൽ ഒരു വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. US മാർക്കറ്റിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നാളത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ അത് താഴോട്ടേക്ക് പോകുമോ എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. ഏതായാലും മാർക്കറ്റിൽ വ്യക്തമായ ഒരു ട്രെൻഡ് രൂപപ്പെടുന്നത് വരെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് മാറിക്കൊണ്ടും മാർക്കറ്റിനെ നിരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.